2040 ആകുമ്പോഴേക്കും, അതായത് അടുത്ത 16 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേന എവിടെ എത്തി നിൽക്കും? ഭാവിയിലെ യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഗതാഗതം, UAV-കൾ കൂടാതെ നിരവധി അപ്രതീക്ഷിത സാങ്കേതിക വിദ്യകൾ ഭാവിയിൽ ലോകമെമ്പാടുമുള്ള എല്ലാ വ്യോമസേനകളുടെയും നിർണായക ഭാഗമാകാൻ പോകുന്നത് ആളില്ല ആകാശ വാഹനങ്ങളാണ്. അതിനാൽ തന്നെ ഈ ആളില്ല ആകാശ വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിൽ AI ഒരു പ്രധാന പങ്ക് വഹിക്കും. അതായത് ഭാവിയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ റോളുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വർദ്ധിച്ചു വരുന്ന പങ്ക് വളരെ വലുതായിരിക്കും. അടുത്ത 16 വർഷത്തിനുള്ളിൽ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ പൂർണ്ണമായും സ്വയം പര്യാപ്തമാകും. എങ്കിലും IAFന്റെ കപ്പലിൽ നിലവിലുള്ള പല വിമാനങ്ങളും അപ്പോഴേക്കും വിരമിക്കാൻ സാധ്യതയുണ്ട്. MiG-29 UPG-കൾ, ജാഗ്വാറുകൾ, മിറാഷ് 2000 എന്നിവ അപ്പോഴേക്കും വിരമിക്കും. IAFന് നിലവിൽ സുഖോ 30 MKI, റഫാൽ, തേജസ് എന്നിവ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് അടുത്ത 16 വർഷത്തിനുള്ളിൽ 2040 ആകുമ്പോഴേക്കും ഇന്ത്യൻ വ്യോമസേനയുടെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നത് ഏതൊക്കെ യുദ്ധവിമാനങ്ങളാണ്? തേജസ് നേരത്തെ തന്നെ വ്യോമസേനയുടെ അംഗമാണ്. സൂപ്പർസോണിക് പ്രകടനം കൈവരിക്കുക എന്ന ഉദ്ദേശത്തോടെ HAL വികസിപ്പിച്ച രണ്ടാമത്തെ യുദ്ധവിമാനമാണ് തേജസ്. നിലവിൽ തേജസിന്റെ 3 പ്രൊഡക്ഷൻ മോഡലുകളുണ്ട്. മാർക്ക് 1, മാർക്ക് 1A ട്രെയിനർ പതിപ്പ്, 32 മാർക്ക് 1S, 73 മാർക്ക് 1AS, 18 മാർക്ക് 1 ട്രെയിനർ എയർക്രാഫ്റ്റുകൾ എന്നിവയ്ക്ക് IAF ഓർഡർ ചെയ്തിട്ടുണ്ട്. നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തേജസ് മാർക്ക് 2 ഉൾപ്പെടെ എല്ലാ വേരിയന്റുകളിലുമായി കുറഞ്ഞത് 400 വിമാനങ്ങളെങ്കിലും വാങ്ങാൻ IAF പദ്ധതിയിടുന്നു. തേജസ് മാർക്ക് 2 2026ഓടെ നിർമ്മാണത്തിന് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയിലെ മിറാഷ് 2000, ജഗ്വാർ, MiG-29 യുദ്ധവിമാനങ്ങൾക്ക് പകരമാണിത്. ഈ പുതിയ വിമാനത്തിന്റെ വികസനം 2027ഓടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ 2025 നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 4.5 ജനറേഷൻ സിംഗിൾ എഞ്ചിൻ മീഡിയം വെയിറ്റ് ഫൈറ്റർ എന്നീ വിഭാഗങ്ങളായി 200ഓളം തേജസ് മാർക്ക് 2 വിമാനങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതി. മാർക്ക് 1മായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർക്ക് 2വിന് കൂടുതൽ പേലോഡ് വഹിക്കാനുള്ള ശേഷിയുണ്ട്. മാർക്ക് 1നേക്കാൾ വലുതും ഭാരമേറിയതുമാണ്. മുൻ വേരിയന്റിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ വ്യോമസേന ആവശ്യപ്പെട്ട രീതിയിൽ നിരവധി മാറ്റങ്ങളും ചില അധിക സവിശേഷതകളും പുതിയ ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. 2022 സെപ്റ്റംബറിലാണ് ക്യാബിനറ്റ് കമ്മിറ്റി MK2 വേരിയന്റിന്റെ നിർമ്മാണത്തിന് 10,000 കോടി രൂപ അനുവദിച്ചത്. മാർക്ക് 2 വേരിയന്റിന് 7.8 ടൺ ഭാരവും 6.5 ടൺ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയും ഉണ്ടാവും. 2021ലാണ് തേജസ് മാർക്ക് 1 ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായത്. അത്യാധുനിക ഇലക്ട്രോണിക് വാൾഫെയർ സ്യൂട്ടുകൾ, മൾട്ടിമോഡ് റഡാറുകൾ, വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഈ വിമാനത്തിലുണ്ട്. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റായ തേജസ് മാർക്ക് 1 ഇറക്കുമതി ചെയ്യാൻ അർജന്റീനയും മലേഷ്യയും താൽപര്യവും പ്രകടിപ്പിക്കുന്നുണ്ട്. അടുത്തതാണ് IAFന്റെ വരാനിരിക്കുന്ന 5.5 തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ AMCA. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി 15,000 കോടി രൂപയുടെ തദ്ദേശീയമായ 5ാം തലമുറ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഫൈറ്റർ ജെറ്റ് പദ്ധതിക്ക് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കുന്ന AMCAയുടെ 5 പ്രോട്ടോടൈപ്പുകൾ തയ്യാറാക്കാനുള്ള നിർദ്ദേശത്തിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ ആദ്യ വിമാനം അടുത്ത 5 വർഷത്തിനുള്ളിൽ, അതായത് 2030 മുമ്പ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റഷ്യയും അമേരിക്കയും മാത്രമാണ് തങ്ങളുടെ വ്യോമസേനയിൽ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുള്ള 2 രാജ്യങ്ങൾ. F-22 റാപ്റ്റർ, F-35 മിന്നൽ എന്നീ 2 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ അമേരിക്കയിലുണ്ട്. റഷ്യക്ക് സുഖോ 57, സുഖോ 75 ചെക്ക്മേറ്റ് ജെറ്റുകളും ഉണ്ട്. AMCAയുടെ ആദ്യ പ്രോട്ടോടൈപ്പ് 2026ൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതാണ് IAFന്റെ എയർബസ് C295. IAFന്റെ പഴക്കം ചെന്ന അവറോ 748 വിമാനങ്ങൾക്ക് പകരമാണ് ഈ വിമാനങ്ങൾ. 2021 സെപ്റ്റംബറിൽ 21,935 കോടി രൂപയ്ക്ക് 56 C295 വിമാനങ്ങൾ വാങ്ങാൻ എയർബസുമായി ഇന്ത്യ ഗവൺമെന്റ് കരാറിൽ ഒപ്പിട്ടിരുന്നു. ഇതിൽ ആദ്യത്തേത് 2023ൽ IAFന്റെ ഭാഗമായി കഴിഞ്ഞു. രണ്ടാമത്തേത് 2024ൽ IAFന് കൈമാറുമെന്നാണ് എയർബസ് പ്രതീക്ഷിക്കുന്നത്. കരാർ പ്രകാരം എയർബസ് സെവില്ലയിലെ അസംബ്ലി ലൈനിൽ നിന്ന് 16 റെഡി ടു ഫ്ലൈ വിമാനങ്ങൾ നൽകും. ബാക്കി 40 എണ്ണം ഗുജറാത്തിലെ വഡോദരയിലെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് നിർമ്മിക്കും. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലുള്ള ആദ്യത്തെ എയറോസ്പേസ് പദ്ധതിയാണിത്. വഡോദരയിലെ നിർമ്മാണ യൂണിറ്റ് സ്പെയിനിലെ എയർബസ് അസംബ്ലി ലൈനിന്റെ വലുപ്പത്തിന് സമാനമായി 1.2 ദശലക്ഷം ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു. 2024 നവംബറോടെ ഗുജറാത്തിലെ നിർമ്മാണ പ്ലാന്റ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്നാണ് ജൂലൈയിൽ എയർബസ് സ്ഥിരീകരിച്ചത്.
അതേസമയം ആദ്യത്തെ ഇന്ത്യയിൽ നിർമ്മിച്ച C-295 വിമാനം 2026 പുറത്തിറങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നു. 2040 ചീറ്റ, ചേതക് തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ സർവീസിൽ നിന്ന് വിരമിക്കും. ഇതിന്റെ വിടവ് നികത്താൻ വേണ്ടി പുതിയ ഹെലികോപ്റ്ററുകൾ IAFന്റെ ഭാഗമാകും. ചീറ്റയ്ക്കും ചേതക്കിനും പകരമായി ഇന്ത്യൻ IAFലെത്തുന്ന കാമോ 226T ആണെന്ന് കരുതുന്നു. എന്നാൽ 2014 ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പിട്ട ഈ കരാർ ഇപ്പോഴും നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാമോ 226Tക്ക് പകരം HALന്റെ LUH എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നതാണ് LUH ഹെലികോപ്റ്റർ അഥവാ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ. ഈ LUHന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം 3100 കിലോഗ്രാം ആണ്. ഇത് 1500 കിലോഗ്രാം ഉപയോഗപ്രദമായ ലോഡ് വഹിക്കാനും കഴിയും. കൂടാതെ പരമാവധി ഇതിന്റെ വേഗത എന്ന് പറയുന്നത് 220 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ക്രൂയിസ് വേഗത 200 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയിലും ഉയർന്ന ഉയരത്തിലും ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയിലും പ്രതികൂല സാഹചര്യങ്ങളും പ്രവർത്തിക്കാൻ തക്ക രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സായുധ സേനയുടെ നിരീക്ഷണത്തിനും ഗതാഗതത്തിനും അപകടത്തിൽപ്പെട്ടവരെ ഒഴിപ്പിക്കുന്നതിനുമുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത 3 ടൺ ക്ലാസ് സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്ററാണിത്. ആകാശ യുദ്ധത്തിന്റെ മറ്റൊരു ഭാവിയാണ് UAVകൾ. നിലവിൽ ഇന്ത്യയിൽ നിരീക്ഷണത്തിന് മാത്രം ശേഷിയുള്ള UAVകൾ മാത്രമാണുള്ളത്. ഭാവിയിൽ 2 UCAVകൾ സേവനത്തിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2040 ഇന്ത്യ ഗണ്യമായ എണ്ണം UCAVകൾ പ്രവർത്തിപ്പിക്കും. ഇതിനായി ഇന്ത്യയും സ്വന്തമായി ആളില്ലാ വിമാന നിർമ്മാണവുമായി മുന്നോട്ടു പോകുകയാണ്. ഇന്ത്യ സ്വതന്ത്രമായി വികസിപ്പിക്കുന്ന ഡ്രോൺ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരവും നൽകി. ശത്രുക്കളുടെ മിസൈലുകളെ വെടിവെച്ച് തകർക്കാൻ ശേഷിയുള്ള 2650 കോടി രൂപയുടെ ഘാതക് പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം നേരത്തെ അംഗീകാരം നൽകിയതാണ്. ലോകശക്തികളുടെ ഡ്രോണുകളോട് കിടപിടിക്കുന്ന ആളില്ലാ വിമാനം നിർമ്മിക്കാനും പഠിക്കുന്നതിനുമായി 2009 കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതിയാണ് ഓട്ടോണോമസ് ആൻമാൻ റിസർച്ച് എയർക്രാഫ്റ്റ് അഥവാ ഔറ. ഈ പദ്ധതിക്ക് കീഴിൽ ഡ്രോണുകളുടെ നിർമ്മാണം വിജയകരമായി മുന്നോട്ടു പോകുകയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായാണ് ഘാതക് ഡ്രോൺ വികസിപ്പിച്ചെടുത്തത്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറന്നാക്രമണം നടത്താനും ശത്രുക്കളുടെ മിസൈലുകളെ നേരിടാനും ശേഷിയുള്ള ഡ്രോണുകളാണ് ഓറയ്ക്ക് കീഴിൽ വികസിപ്പിച്ചെടുക്കുന്നത്. ഈ പദ്ധതി വിജയിക്കുന്നതോടെ ശത്രുക്കൾക്ക് നേരെ ബോംബിംഗ് നടത്തുന്നതിൽ നിന്ന് പോർ വിമാനങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. ഓറയുടെ ഓരോ നീക്കങ്ങളും രഹസ്യമാണ്. പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ച ഓറ ഡ്രോണുകളുടെ ഫീച്ചറുകൾ അത്യുഗ്രൻ തന്നെ. നേരത്തെ ഇന്ത്യൻ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത കാവേരി എഞ്ചിനുകളുടെ പരിഷ്കരിച്ച ടെക്നോളജിയാണ് ഓറ ഡ്രോണുകളിൽ ഉപയോഗിക്കുക. യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ കോടികൾ ചെലവിട്ടാണ് കാവേരി എഞ്ചിൻ വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയുടെ ഡ്രോൺ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ADAയുമാണ്. ഈ DRDO ഗവേഷകർ തന്നെയാണ് ഓറയുടെ പ്രധാന ശക്തി. ഇതിന്റെ ഡിസൈൻ ആൻഡ് കോർഡിനേഷൻ ചെയ്യുന്നതും ഇവർ തന്നെയാണ്. എന്തൊക്കെയാണ് ഈ ഓറയുടെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. റഡാറുകളെ കബളിപ്പിക്കാൻ കഴിയുന്ന പെയിന്റിങ്, വായുചലന ശാസ്ത്രത്തിനനുസരിച്ച് ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാൻ കഴിയുന്ന പ്രത്യേകം ചിറകുകൾ, ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാനുള്ള ശേഷി, മിസൈലുകൾ തൊടുക്കാനും തകർക്കാനുമുള്ള ശേഷി, വ്യോമപാതകൾ മനസ്സിലാക്കി പറക്കാനുള്ള ശേഷി, ബോംബിംഗ് നടത്താൻ കഴിയും. അതുപോലെ തന്നെ ആക്രമണ മിസൈലുകൾ പ്രയോഗിക്കാൻ സാധിക്കും. ശത്രുവിന്റെ താവളത്തിൽ ഇറങ്ങിച്ചെന്ന് ആക്രമിക്കും, നിരീക്ഷിക്കും. ആകെ ഭാരം 8 മുതൽ 10 ടൺ വരെയാണ്. 300 കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ച്, 30,000 അടി ഉയരത്തിൽ പറക്കും. ടർബോ ഫാൻ എഞ്ചിൻ, അതായത് കാവേരിയുടെ പരിഷ്കരിച്ച ടെക്നോളജിയാണ് ടർബോ ഫാൻ എഞ്ചിൻ. പ്രത്യേകം തയ്യാറാക്കിയ കമ്പ്യൂട്ടർ സംവിധാനം, പെട്ടെന്ന് കാണാനൊക്കത്ത ഡിസൈൻ, സ്റ്റെൽത്തി രൂപം. അതുപോലെ തന്നെ വരുന്ന വർഷങ്ങളിൽ IAFന് പുതിയ നിരവധി ആയുധങ്ങളും ലഭിക്കും. ഇതിൽ പ്രധാനപ്പെട്ടതായിരിക്കും അസ്ത്ര MK1ഉം അസ്ത്ര MK2ഉം. അസ്ത്ര MK3 സേവനത്തിൽ എത്താൻ കുറച്ച് സമയമെടുക്കും. 2040 ആകുമ്പോഴേക്കും IAFലെ മിക്കവാറും എല്ലാ പോരാളികൾക്കും അസ്ത്ര ഒരു പ്രാഥമിക ആയുധമാകും. അതായത് 2040 ആകുമ്പോഴേക്കും ഇന്ത്യൻ വ്യോമസേന എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തമാവും. നമ്മുടെ രാജ്യത്ത് ശക്തമായ ഒരു ബഹിരാകാശ നിർമ്മാണ ആവാസ വ്യവസ്ഥ വികസിക്കും. അതായത് 2040 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് ആവശ്യമായ ഏറെക്കുറെ യുദ്ധ ആയുധങ്ങൾ ഇന്ത്യ തദ്ദേശീയമായി തന്നെ നിർമ്മിക്കും. അതുപോലെ തന്നെ പലതും കയറ്റുമതി ചെയ്യാനും ഇന്ത്യക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.